ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വീണ്ടും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ കേട്ടറ്റിൻ്റെ 2ാം കാറ്റഗറിയുടെ പരീക്ഷയും ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ്, അതായത് കാറ്റഗറി 1നെ സംബന്ധിച്ച് കാറ്റഗറി 2 നോക്കുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്ര റേഞ്ചൊന്നും പി എസ് സിക്ക് എന്തായാലും എന്ത് ചെയ്യൂല, പി എസ് സിക്ക് എന്തായാലും ഈ ഒരു റേഞ്ചിലേക്കുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. പക്ഷെ അവിടെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കയറി വരും. വായിച്ചാൽ ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, കാറ്റഗറി 2ൻ്റെ ചോദ്യങ്ങളും 30 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് സ്വയം ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കുക. ഞാനിത് വായിക്കുമ്പോഴത്തേക്ക് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ പറഞ്ഞു പോവാം. ഒന്നാമത്തെ ചോദ്യം, കുടുംബത്തിൽ നിന്നും പീഡനം നേരിടുന്ന ഒരു കുട്ടി ആ വിവരം ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ അനുവർത്തിക്കേണ്ട ഏറ്റവും അഭിലഷണീയ രീതി ഏത്? കുട്ടിയോട് അത് അവഗണിക്കാൻ ഉപദേശിക്കുക, സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുക, രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് ആ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ സഹായിക്കുക, അവനെ അല്ലെങ്കിൽ അവളെ ഫോസ്റ്റർ ഹോമിൽ അയക്കുക. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, അതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാ? മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് ആ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ സഹായിക്കുക എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രത്യക്ഷണ നിയമം ഏത്? അവിടെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, കൂട്ടത്തിൽ പെടാത്തത് എന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഇവിടെ നമുക്ക് ഈ പറയുന്ന ചോദക പ്രതികരണ നിയമം എന്ന് പറയുന്നത്, ചോദക വിവേചന നിയമം എന്ന് പറയുന്നതും, അതായത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്, ചോദന പ്രതികരണമല്ല, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതും വിലോപ നിയമമാണെങ്കിലും പുനഃപ്രാപ്തി നിയമമാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നതാ, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, അനുബന്ധന നിയമവുമായി പഠിക്കുന്നതാണ്. എന്നാൽ ഗസ്റ്റാൾട്ടിൻ്റെ സമഗ്രതാ നിയമങ്ങളിൽ സമ്പൂർണ്ണ നിയമം, ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ തന്നെ പഠിക്കുന്നുണ്ട്. സോ അവിടെ കൂട്ടത്തിൽ പെടാത്ത നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ആൻസർ ഏതാണ്? സമ്പൂർണ്ണ നിയമമാണ് പ്രത്യക്ഷണ നിയമങ്ങളിൽ പെടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത അല്ലാത്തതേത് എന്നുള്ളതാണ്. പ്രശ്നപരിഹാരത്തിന് വിമർശനാത്മക ചിന്തയ്ക്ക് ഊന്നൽ നൽകുന്നു, അതുള്ളതാണ്. അനുഭവവേദ്യമായ പഠനം പ്രോത്സാഹിപ്പിക്കുന്നു, അതുള്ളതാ. ബഹുവിഷയ പാഠ്യപദ്ധതി, അതുള്ളതാ. അധ്യാപക കേന്ദ്രീകൃത ബോധനശാസ്ത്രം, അതില്ലല്ലോ. പുരോഗമനാത്മകമല്ലേ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുന്നതില്ല. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നത്. ലിംഗസമത്വം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കാറ്റഗറി 1ലാണെങ്കിലും വളരെ സിമ്പിളായിരുന്നു. ലിംഗവ്യത്യാസമില്ലാത്ത യൂണിഫോം ഏർപ്പെടുത്തുമ്പോൾ, അതല്ല. അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാക്കുമ്പോൾ, ഓക്കെ. എല്ലാവർക്കും, എല്ലാ ലിംഗത്തിൽപ്പെട്ടവർക്കും വേണ്ട ഭൗതിക സാഹചര്യം ലഭ്യമാക്കുമ്പോൾ, അതുമല്ല. സഹവിദ്യാഭ്യാസം പ്രചരിക്കുമ്പോൾ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്, അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാക്കുമ്പോൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ആശയ രൂപീകരണത്തിനായി ധാരാളം മാതൃകകൾ ഉപയോഗിക്കുകയും അവയുടെ നിരീക്ഷണത്തിലൂടെയും തിരിച്ചറിവിലൂടെയും ആശയം പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇന്നലെയും കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ടതിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മാതൃക നൽകുക, നിരീക്ഷണ പഠനം. രണ്ട് കാര്യം നോക്കിയാൽ ബന്ധുര, ആൽബർട്ട് ബന്ധുര. നിരീക്ഷണ പഠന സിദ്ധാന്തം, ബോബോ പാവോ പരീക്ഷണം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അടുത്തത് ആറാമത്തേത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ സംഘഘടക സിദ്ധാന്തം, ഫ്രെയിംസ് ഓഫ് മൈൻഡ്, വൈകാരിക ബുദ്ധി, വിവര വിശകലന സിദ്ധാന്തം, ബുദ്ധിയുടെ ഘടന. ആദ്യം ഓപ്ഷനിലേക്ക് നമുക്ക് ഏറ്റവും അറിയുന്ന 1-2 ഉണ്ടെങ്കിൽ അത് നോക്കുക. ഫ്രെയിംസ് ഓഫ് മൈൻഡ് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, ഹോവാർഡ് ഗാർഡനർ. അപ്പോൾ ബിക്ക് 1 ആൻസർ ആയി വരുന്നത് എത്ര ഉണ്ട് നോക്കുക. ബീൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ 1 ആൻസർ ആയി വരുന്ന ഒരെണ്ണേ ഉള്ളൂ. ഇനി സംശയം ഉണ്ടെങ്കിൽ വൈകാരിക ബുദ്ധിയും കൂടെ നോക്കുക. ആരുടേതാ? വൈകാരിക ബുദ്ധി, ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ സിക്ക് നേരെ 4 ഉള്ളതും കൂടെ നോക്കുക. സിക്ക് നേരെ 4 ഉള്ളതും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പിന്നെ ഒന്നും നോക്കണ്ട. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. സംഘഘടക സിദ്ധാന്തമാണെങ്കിൽ അവിടെ ഈ സംഘട്ടനം എന്നുള്ളത് ഞാൻ മുമ്പ് കോഡ് പറഞ്ഞു കൊടുത്തതാണ്. സ്റ്റണ്ട്, തേർഡ് സ്റ്റണ്ട് ഏതാണ്? ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഹോവാർഡ് ഗാർഡനറുടേതാണ്. വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാൻ്റേതാണ്. വിവര വിശകലന സിദ്ധാന്തമാണെങ്കിൽ അവിടെ എന്താണ്? സ്റ്റേൺബർഗിൻ്റേതാണ്. ബുദ്ധിയുടെ ഘടന, ആ 3 ഘടന കാണിക്കുന്നത് ആരുടേതാണ്? ഗിൽഫോർഡിൻ്റേതാണ്. ഇത്രയാണ് അവിടെ എന്ത് ചെയ്യാനുള്ളത്, അവിടെ മാച്ച് ദ ഫോളോയിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘമായി ചർച്ച ചെയ്ത് ഒരു ആശയം രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്ന ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നത്. ഓപ്ഷൻ സി, സഹകരണ
പഠനം സഹവർത്തിത പഠനമാവുമ്പോൾ ഒരു ലക്ഷ്യം മുൻനിർത്തി ചുമതലകൾ വിഭജിച്ച് എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യും അവിടെ പറയും. ഇനിയോ അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. LAD കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു നമ്മൾ എന്ത് ലാഡ് എന്ന് പറയുന്ന ആരുടേതാണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നോം ചോംസ്കിയുടേതാണ്. ഇനിയോ നാഡീപരമായ ന്യൂനത മൂലം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അപ്പം തന്നെ ഏതേ ആൻസർ വരുള്ളൂ? ഡിസ്ഗ്രാഫിയ എന്നുള്ളത്. കാരണം കാറ്റഗറി 1ലും ഇതേ ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഏതായിരുന്നു? ഡിസ്കാൽക്കുലിയ ആയിരുന്നു അവിടെ ചോദിച്ചത്. ഓപ്ഷൻസ് ഒക്കെ സെയിം തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ ഉപാധി. ഇത് മുമ്പ് എന്ത് ചെയ്തതാണ്? മുമ്പ് ചോദിച്ച ചോദ്യം തന്നെയാണ്. സഹപഠനമാണ് ആവശ്യമില്ലാത്തത്. ബാക്കി ത്വരിതഗമനം ആക്സിലറേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കലും ആവശ്യമാണ്. പിന്നെയോ എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് അത് 3 ആവശ്യമാണ്. ഏതാവശ്യമില്ല? സഹപഠനം ആവശ്യമില്ല. സോ ആൻസർ എന്ന് പറയുന്നത് സഹപഠനം. 11ാമത്തെ ചോദ്യം, നാഡീ സംബന്ധമായ വികാസ ന്യൂനതകൾ തിരിച്ചറിയുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന മൂല്യനിർണയ ഉപാധിയാണേത്? നാഡീ സംബന്ധമായ ഡിസോർഡർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രത്യേകിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതെന്താ? പേഴ്സണാലിറ്റി ഇൻവെന്ററി അതുമല്ല. പിന്നെയോ DST DSMുമാണ് ഒരു കൺഫ്യൂഷൻ അവിടെ വരാൻ ഉള്ളത്. DST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതെന്താണ്? മെൻ്റൽ ഡെവലപ്മെൻ്റ് അളക്കുന്ന ടെസ്റ്റാണ് ഏതെന്ന് പറയുന്നത്? DST എന്ന് പറയുന്നത്. എന്നാൽ ഡിസോർഡർ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് ഏതാണ്? DSM എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ വരുന്നത്. സോ അത് മിക്കവാറും ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്തോണമെന്നില്ല, ഒറ്റയടിക്ക് അവിടെ കിട്ടിക്കോണമെന്നില്ല. കാരണം അത് സ്കിപ്പിലേക്ക് പോകുന്നൊരു ചോദ്യമാണ്. ഇനിയോ ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങൾ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന തരം സമായോജന തന്ത്രം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെയിം തന്നെ യുക്തീകരണം തന്നെ വീണ്ടും ചോദിച്ചത്. ഇനിയോ 13 സമപ്രായക്കാരെ പോലെ പഠനം നടത്താൻ കഴിയാത്തതും പൊതുവെ താഴ്ന്ന പഠന നിരക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് അണ്ടർ അച്ചീവർ. പലരും ഇതിലേക്ക് പോവും, ഈ പറയുന്ന പഠന പിന്നോക്കാവസ്ഥയിലേക്ക് പോകാം. പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ്റെ താഴെ ലെവലിലേക്ക് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലേണിംഗ് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത്. എന്നാൽ സമപ്രായക്കാരുമായിട്ട് താരതമ്യം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഏതാണ്? അണ്ടർ അച്ചീവർ എന്നുള്ള ലെവലിലേക്കാണ് പോണത്. നമുക്ക് ഇവരുടെ ആൻസർ കീ വരുന്നതും കൂടെ നോക്കാം. ഇപ്പം എന്തായാലും ഞാൻ ആൻസർ കൊടുക്കുന്നത് അണ്ടർ അച്ചീവർ ആണ്. ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായ ഘട്ടങ്ങൾ തിരിച്ചറിയുക. അവിടെ ഏതാണ്? പ്രാഗ് ഭാഷാ ഘട്ടം. ആദ്യത്തെ ഒരു 6 മാസം വരെ. 6 മാസം ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ബബ്ലിംഗ് കൊഞ്ചലിനാവുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഫ്രൈസുകൾ ഹോളോ ഫ്രൈസിക്. പിന്നെ എന്ത് ചെയ്യുന്നു? ടെലഗ്രാഫിക്. ഏകദേശം 2 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ടെലഗ്രാഫിക് എന്ന് പറയുന്ന ആ ഒരു ലിംഗ്വിസ്റ്റിക് ഏജിലേക്ക് പോകുന്നു. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കോൾബർഗിന്റെ നൈതിക വികാസ സിദ്ധാന്തം അനുസരിച്ച് നിയമം ലംഘിച്ചാലുണ്ടാകുന്ന പരിണിത ഫലങ്ങളെ ഭയന്ന് ശിക്ഷയെ ഭയന്ന് അനുസരിക്കുക. ശിക്ഷയും അനുസരണവും എന്ന് പറയുന്നത് ഏതിലാ? പൂർവ യാഥാസ്ഥിക സദാചാരഘട്ടം 1ാമത്തെ ഘട്ടമാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. നെക്സ്റ്റ്, നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതിയാണ് ഏത്? ആക്ഷൻ റിസർച്ച്. ചിലരവിടെ എന്ത് ചെയ്യും? ഈ പറയുന്ന കേസ് സ്റ്റഡിയുമായിട്ട്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഏക വ്യക്തി പഠനം, ഒരു വ്യക്തിയെക്കുറിച്ച് എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് ടീച്ചർക്ക് എന്താണ്? അടിയന്തരമായിട്ടൊരു പ്രശ്നം വന്നു, അടിയന്തരമായിട്ട് അത് തീർക്കാൻ വേണം. അതിനുള്ളത് ഏതാ? ആക്ഷൻ റിസർച്ച് ആണ്. ഇനിയോ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ആ വിഷയം ഒരു വിദ്യാർത്ഥി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെ എന്താ? ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് ആ വിഷയം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയം ആരുമായിട്ട് ബന്ധപ്പെടുന്നു? ടീച്ചറുമായിട്ട് ബന്ധപ്പെടുന്നു. അനുബന്ധന നിയമം ആ ലെവലിൽ തന്നെ അങ്ങോട്ട് വായിച്ചാൽ മതി. ടീച്ചറോടുള്ള താല്പര്യം കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണ് എന്നുള്ളൊരു ലെവലിലേക്ക് പറയുമ്പോൾ ആ ടീച്ചർ എന്നുള്ളത് കണ്ടീഷനിങ് ചെയ്തെടുത്ത് ആ ടീച്ചർ ആണെങ്കിൽ എനിക്ക് ക്ലാസ് നല്ല ഇഷ്ടമാണ്, എനിക്ക് ആ സബ്ജക്റ്റ് നല്ല ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? ആ വിഷയം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. സോ അനുബന്ധന നിയമം. അടുത്തത് 18ാമത്തേത് ഈ പറയുന്ന 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ,
ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന നിയമം. ഇവിടെ ഒറ്റയടിക്ക് എന്ത് ചെയ്യപ്പെടും? കുറേ ആളുകൾ ചിലപ്പോൾ PWDയിലേക്ക് കയറിപ്പോവും. PWD അല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കാനും അവിടെ എന്ത് ചെയ്യുന്നു? റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തുന്ന നിയമം. അതാണ് ഇത് RCI എന്ന് പറയുന്ന RCI ആക്ട് 1992 എന്ന് പറയുന്ന നിയമം. അപ്പോൾ അവിടെ എന്താണ്? അവിടെ പ്രോഗ്രാംസ് സംഘടിപ്പിക്കാനും അത് മോണിറ്റർ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഏജൻസി എന്നുള്ള ലെവലിലാണ്, അല്ലാതെ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഈ പറയുന്ന PWD ആക്ട് അല്ല. PWD അത് വേറെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയോ, പഠനത്തിന്റെ വിവിധ മേഖലകൾ പരസ്പര പൂരകങ്ങളാണ്. അതായത് ചോദ്യത്തിൽ തന്നെ ഉണ്ടെന്ത്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ ആൻസർ ഏതേ വരുള്ളൂ? അന്യോന്യം ബന്ധം എന്നുള്ളതേ എന്ത് ചെയ്യുള്ളൂ? അവിടെ ആൻസർ വരുള്ളൂ. പഠനത്തിന്റെ വിവിധ മേഖലകൾ പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അടുത്തെന്ന് പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വ്യക്തിത്വമാപനത്തിന് ഉപയോഗിക്കുന്ന പ്രക്ഷേപണ രീതി അല്ലാത്തത് ഏത്? അത് നമ്മൾ കാണുന്നതാണ് ഏത്? റോഷാമഷിയൊപ്പ് പരീക്ഷ, TAT തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദസഹചുരത്ത പരീക്ഷ, അതൊക്കെ അതിൽ വരുന്നതാ. അതിൽ വരുന്നതല്ല ഏത്? ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. അപ്പം എന്ത് മാത്രം നോക്കിയാൽ മതി? അവിടെ കൂട്ടത്തിൽപ്പെടാത്തത് നോക്കിയാൽ മതി. ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ സ്ഥിരം പറയുന്നതാണ്. ഇനിയോ, ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പാണ് ഏതെന്ന് പറയുന്നത്. ഇത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ആത്മാദരമാണോ ആത്മാഭിമാനമാണോ? ഉത്തരം ആത്മ ആദരമാണ്. സെൽഫ് എസ്റ്റീം ആണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പ്. ഏകദേശം ഇത്രയും ചോദ്യങ്ങളായപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സൈക്കോളജി കുറേ പേർക്ക് മടുത്തിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ സൈക്കോളജി എന്ത് ചെയ്തു? കുറച്ച് ടൈറ്റാക്കി തന്നെ ചെയ്തു. ഇനിയോ, വളരെ മിടുക്കനായിരുന്ന രാജേഷ് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ്റെ പ്രതീക്ഷിത നിലവാരത്തിലെത്തുന്നില്ല. ഇവൻ്റെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണമാകുന്നത്, അതായത് നേരത്തെ പഠിച്ചിരുന്ന കുട്ടിയാ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ എന്ത് ചെയ്യുന്നില്ല? അത്രത്തോളം പ്രതീക്ഷിത നിലവാരത്തിലെത്തുന്നില്ല. സോ സഹപാഠികൾ സ്വാധീനം, കുടുംബ പശ്ചാത്തലം, സാമുദായിക സംഘർഷങ്ങൾ, സ്കൂൾ അന്തരീക്ഷം. മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ടെന്ത്? കൗമാരത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് പിയർ ഗ്രൂപ്പ്, സമസംഘങ്ങളുടെ സ്വാധീനം എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യനാ. സോ ആ ലെവലിൽ നമുക്ക് ഏത് ഉത്തരം എഴുതാം? സഹപാഠികളുടെ സ്വാധീനം എന്നുള്ളത് ഉള്ളതിൽ സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അവിടെ ഉത്തരം എഴുതാം. ഇനിയോ, പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ശ്രേണീകരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൂർത്ത മനോവ്യാപാര ഘട്ടം. ഇന്നലെയും കൂടെ ഞാൻ എന്ത് ചെയ്താണ്? കൺഫേം ചെയ്ത ആ ഘട്ടങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാ ശ്രേണീകരണം. ഇനിയോ, കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ രീതി കർക്കശമായ അച്ചടക്കം നടപ്പിലാക്കുക. കാര്യമില്ല, എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുക, അതൊക്കെയാണ്. പ്രശ്നക്കാരായ കുട്ടികളെ തരംതിരിച്ച് സ്കൂൾ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ വിലക്കുക, അതുകൊണ്ട് കാര്യമില്ല. PTA യോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്യുക, അതുകൊണ്ടും കാര്യമില്ല. ഉത്തരേതാ? ഓപ്ഷൻ ബി, ഉത്തരവാദിത്തങ്ങൾ നൽകുക എന്നുള്ളത്. ഇനിയോ, അടുത്ത ക്വസ്റ്റ്യൻ, നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ എന്നുള്ളത്. സോ ഇവിടെ ഒരു കാലയളവിൽ എന്ത് ചെയ്യാം? കുട്ടിയുടെ പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ എന്ന് പറയുന്ന ഒരു നിശ്ചിത കാലയളവിലേക്കാണെങ്കിൽ അവിടെ പോർട്ട്ഫോളിയോ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് ടൈം. അതായത് അവിടെ പഠന നേട്ടങ്ങൾ എന്ന് പറയുന്നത് പഠന ഉൽപ്പന്നങ്ങളും കൂടെ വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനവിടെ പോർട്ട്ഫോളിയോയിലേക്ക് പോകുന്നത്. ഇതാണോ അച്ചീവ്മെൻറ്റ് റെക്കോർഡാണോ എന്നുള്ളൊരു സംശയം അവിടെ വരുന്നുണ്ട്. പക്ഷെ അവിടെ ആൻസർ കൊടുക്കുകയാണെങ്കിൽ പഠന പുരോഗതിയെയും, കാരണം പഠന പുരോഗതി കാണിക്കുന്നതും ഈ പറയുന്ന കുട്ടിയുടെ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ ചേരുന്നതാണ് എന്ത്? ഒരു നിശ്ചിത കാലയളവിലെ പഠനത്തിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന അതിൻ്റെ റെക്കോർഡാണ്. സോ ഞാൻ ആൻസർ കൊടുക്കുന്നത് പോർട്ട്ഫോളിയോ ആണ്. നെക്സ്റ്റ്, വികാസവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വികാസം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഉൽപ്പന്നമാണ്, കറക്റ്റാണ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നു, അതും കറക്റ്റാണ്. സോ ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത്. ഇനിയോ, താഴെ പറയുന്നവയിൽ ബ്രൂഡറുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ബന്ധമുള്ളതേത്? ഓപ്ഷൻ സി, കണ്ടെത്തൽ പഠനം. അതൊക്കെ നമ്മൾ എത്രയോ പറയുന്നതാണ്. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ബ്രോ ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ള ലെവലിൽ ബ്രൂണറുടെ ഏതാണ് കണ്ടെത്തൽ പഠനം എന്നുള്ളത്. 28, വളരെ സങ്കീർണമായൊരു പ്രവർത്തനം പഠിപ്പിക്കുന്ന അവസരത്തിൽ ടീച്ചർ കുട്ടികൾക്ക് പ്രബലനം നൽകുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായ പ്രബലന ഷെഡ്യൂൾ? ഓപ്ഷൻ എ, അനുസ്യൂത പ്രബലനം. ഏതാണ്? ഈ പറയുന്ന
കണ്ടിന്യൂസ് ആണ് എന്നുള്ളത്. കാരണം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം പുതുതായിട്ട് കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അടിക്കടി എന്ത് കൊടുക്കണം? റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനവിടെ ഇട്ട് പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കണം? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കണം? കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന പ്രബലനം കൊടുക്കണം എന്നുള്ളതാണ് അവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിതാവിൻ്റെ ക്രിമിനൽ സ്വഭാവവും ശിഥിലമായ കുടുംബ സാഹചര്യമുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാമു. ഇവിടെ അധ്യാപകയുടെ ദൗത്യം എന്ത് എന്നുള്ളത് പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാരമായ അനുകൂല പഠനാന്തരീക്ഷം അവന് നൽകുക, കുടുംബ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ നിർദ്ദേശിക്കുക, അവന് വേണ്ട സാമ്പത്തിക സഹായം നൽകുക, മാതാപിതാക്കൾക്ക് ഉപബോധനം. ഏതേ പറ്റുള്ളൂ? പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാര്യമായ അനുകൂല പഠനാന്തരീക്ഷം അവന് നൽകുക എന്നുള്ളതാണ് അവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ. അടുത്തത് ശരിയുത്തരം നൽകുന്ന ആൺകുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുകയും എന്നാൽ പെൺകുട്ടികൾക്ക് അത് നൽകാതെയും പെരുമാറുന്ന ടീച്ചർ പ്രകടിപ്പിക്കുന്നത് ലിംഗവിവേചനമാണ്. അതൊക്കെ എത്രയോ തവണ കേട്ടിട്ടില്ല. എന്ത് ചെയ്തതാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. സോ സൈക്കോളജി ഇന്ന് കാറ്റഗറി 2 എന്ത് ചെയ്തു? അത്യാവശ്യം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഞാൻ പറഞ്ഞ പോർട്ട്ഫോളിയോ ആണോ അച്ചീവ്മെൻറ്റ് റെക്കോർഡാണോ എന്നുള്ളത് മാത്രമാണ് ഒരു ഡൗട്ട് അവിടെ വരുന്നത്. കാരണം കുട്ടിയുടെ പഠന നേട്ടങ്ങളും പഠന പുരോഗതിയും ഒക്കെ കൂടെ വരുന്ന ഒരു നിശ്ചിത കാലയളവ് എന്നുള്ളത് വരുന്നതുകൊണ്ട് അവിടെ പോർട്ട്ഫോളിയോയിലേക്ക് പോകാൻ ആ നേട്ടവും പുരോഗതിയും വന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവിടെ പോകുന്നത്. എന്താണെങ്കിലും LP-UPക്കാർക്ക് ഇത് കണ്ടു പേടിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടൈറ്റൊന്നും ഏതിന് ചോദിക്കില്ല, PSCക്ക് ചോദിക്കില്ല. PSCക്ക് വേറെ ഒരു റേഞ്ചിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ കേട്ടറ്റിൻ്റെ റേഞ്ച് എന്തായാലും എന്ത് ചെയ്തു? മറ്റേനേക്കാളും എപ്പോഴും പുലർത്തുന്ന പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ്, ഹൈ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്തു. അപ്പോൾ പാർട്ട് 1, അതായത് കാറ്റഗറി 1 ആയിരുന്നു കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളത്. ഇത് കുറച്ച് നല്ലോണം എന്ത് ചെയ്തു? ടൈറ്റാക്കി എന്ന് തന്നെ പറയാം. അപ്പം സൈക്കോളജി പാർട്ടിൽ മാർക്ക് സ്കോർ ചെയ്യാൻ അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? കുട്ടികൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.